അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് PDF എടുത്തോളൂ. അതിൽ ആൻസർ മാത്രം ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ചെയ്തത് ഇങ്ങനെയാണോ എന്ന് മാത്രം നോക്കൂ. 7/16 പ്ലസ് 14/16 ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ എങ്ങനെയുണ്ട്? സെയിം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയാവും. മേലെ ഇത് രണ്ടിനെയും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് 21 എഴുതിയിട്ടുണ്ടാവും. ഇനി ഇതിന് കോമൺ ആയിട്ട് എന്തെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ. 3ൻ്റെ ടേബിളിൽ 21 വരും, 7ൻ്റെ ടേബിളിൽ 21 വരും. പക്ഷേ 3ൻ്റെ ടേബിളിൽ 16 വരില്ല, 7ൻ്റെ ടേബിളിലും 16 വരില്ല. സോ ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് അടിക്കാനായിട്ട് സാധിക്കില്ല, ഇതിനെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 21/16 ആണ്. ഇത് ദായക്ക് എന്തായിരുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 21/32. താഴത്തെ രണ്ടും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ സെയിം നമ്പർ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? LCM എടുക്കുകയാണ് ചെയ്യുക. സെയിം നമ്പർ ആണ് എങ്കിൽ ഒരു തവണ എഴുതി കൊടുത്താൽ മതിയാവും. മേലത്തെ അങ്ങനെ തന്നെ ആഡ് ചെയ്യുക വേണ്ടത്. ഓക്കെ, അവന്തികയ്ക്ക് എന്താ ആൻസർ കിട്ടിയത്? കറക്റ്റാണ്, സൂപ്പർ. ഇനി നെക്സ്റ്റ് നമ്പർ അതേപോലെ 12 ആണ് രണ്ട് നമ്പറിലും. സോ 12 അങ്ങനെ എഴുതുക. 2 + 4 6 ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2/50 പ്ലസ് 11/50. ഇതും തന്നെ വീണ്ടും പറയുന്നു, താഴെ സെയിം ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, ലൈക്ക് ഫാക്ടേഴ്സ് ആണ്. മേലെ ആഡ് ചെയ്യുക. സോ 13. നാലാമത്തത് 16/100 പ്ലസ് 66/100. അപ്പോൾ 100 താഴെ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കുക. മേലെ 16 പ്ലസ് ഒരു 66 എത്ര വരും? 12 1 82. ഓക്കെ, ഇപ്പോൾ വേറൊരു കാര്യം, ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഒന്ന് വിട്ടുപോയി. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. അപ്പോൾ 6ൽ 6 ഒരു തവണയുണ്ട്, 12ൽ 6 2 തവണയുണ്ട്. 1/2 ആണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ 13ഉം 50ലും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ 13/50 ആണ്, അത് ഫൈനൽ ആൻസറാണ്. 82/100 ഇതിൽ 2 ഉണ്ട് അല്ലേ. ലാസ്റ്റ് നമ്പർ എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് അടിച്ചു കൊടുക്കാൻ സാധിക്കും. 8ൽ 2 4 തവണ, 2ൽ 2 ഒരു തവണ, ഡിവൈഡഡ് ബൈ 100ൽ 2 എത്ര തവണയുണ്ട്? 50 തവണയുണ്ട്. 41 ഒരു പ്രൈം നമ്പറാണ്. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ. സോ 41/50 ആണ് ഫൈനൽ ആൻസർ. ഇതുവരെ കിട്ടിയോ? അവന്തികയ്ക്ക് എന്തൊക്കെയാണ് കിട്ടിയത് ആൻസേഴ്സ്? 1ഉം 3ഉം കറക്റ്റായി അല്ലേ. 2 6/12 മാത്രം എഴുതി വെച്ചാ അത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആൻസർ കിട്ടിയത്? 82/100. അത് കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് പഠിച്ചാൽ മതി. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദയക്ക് മനസ്സിലാവുന്നുണ്ടാടാ ഇപ്പോൾ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയൂ. 4/7 പ്ലസ് 2/7. 6/7. അപ്പം ഞാനിപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻസ് 20 എണ്ണമാണ്. അതിൽ 5 എണ്ണം മാത്രം ഇപ്പം ഞാൻ ചെയ്തു. ബാക്കി 15 ഇന്ന് നിങ്ങൾ ചെയ്തിരിക്കണം. എളുപ്പമല്ലേ? ഇനി ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ആൻസർ ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യുക കേട്ടോ. അതിൽ ചിലതിൽ ഞാൻ ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ ക്രോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ 82/100 ആണ് ചിലതിൽ ആൻസർ എങ്കിൽ നിങ്ങൾ അതിൽ നോക്കുക, കോമൺ ടേംസ് ഉണ്ട് എങ്കിൽ കോമൺ ടേം വെച്ച് ക്രോസ് ചെയ്യിപ്പിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഏതായിരുന്നു? ടെസ്റ്റ് നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലൈക്ക് ഫാക്ടേഴ്സിനെ വെച്ച് ആഡ് ചെയ്യുന്നതാണ്. അൺലൈക്ക് ഡിനോമിനേറ്റേഴ്സ് 1/2 പ്ലസ് 1/4. അപ്പോൾ അൺലൈക്ക് ആണെങ്കിൽ ഇവിടെ 2 ഇവിടെ 4 ആണ് ഉള്ളത്. അപ്പോൾ വീണ്ടും ചുരുക്കിയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, വീണ്ടും ചുരുക്കിയിട്ട് ചെയ്യേണ്ടത്. കുഴപ്പമില്ല, വീണ്ടും ചുരുക്കാൻ പറയാൻ ഇങ്ങനെ ആൻസർ ചെയ്താലും ശരിയാ.
ആ ശരിയാണ്, ആൻസർ ശരിയാണ്. നമുക്ക് ഇത് വന്നിട്ട് ഒരു ഫാക്ടർ എന്ന് മാത്രം കേട്ടോ, ഇതിനേക്കാളും പഠിക്കാനുണ്ട് കാര്യങ്ങൾ. അപ്പം അതിനാണ് ക്രോസ് ചെയ്യാനായിട്ട് പറയുന്നത്. കോമൺ ഫാക്ടേഴ്സ് വെച്ചിട്ട്, കോമൺ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ, നമ്മളുടെ നവോദയക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല, ഇതിനേക്കാളും ടഫാണ്. ഇത് അറിഞ്ഞാലാണ് അത് കുറച്ച് എളുപ്പമാവുള്ളൂ. അതിനാണ് ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇല്ല തെറ്റൊന്നുമില്ല കേട്ടോ. അത് വീണ്ടും നമ്മൾ വീണ്ടും ആ പേപ്പർ എടുത്തിട്ട് അവിടെ ക്രോസ് ചെയ്യാത്തതൊക്കെ ഒന്നുകൂടി ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഫൈനൽ ആൻസർ എന്താണെന്ന് അവിടെ എഴുതി വെക്കാൻ പറയൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് 1/2 + 1/4 ആണ്. അപ്പോൾ 1/2 + 1/4 എന്ന് വെച്ചാൽ അൺലൈക്ക് ഡിനോമിനേറ്റേഴ്സ് ആണ്. ഒരു തരം എങ്ങനെ ഞാൻ പറഞ്ഞ്, ഈ 4 വെച്ചിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യണം മേലത്തെ ഭാഗം, ഈ 2 വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുക, പിന്നെ ഈ 2 മൾട്ടിപ്പിൾ ചെയ്തിട്ട് താഴെ എഴുതുക. അപ്പോൾ 2 4s are 8 എഴുതി, 1 × 4 4 + 1 × 2 2 കിട്ടുന്നത് 6/8. ഇപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ 6ഉം 8ഉം രണ്ടിൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. ഇത് 3 ടൈംസ് ആണ്, ഇത് 4 ടൈംസ് ആണ്. 3/4 എന്ന് എഴുതാം. ഇത് ഒരു മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത് ഡിനോമിനേറ്ററിന് LCM എടുക്കുക എന്നുള്ളതാണ്. സോ 2നെ ഞാൻ എടുക്കുന്നു, LCM ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 ടൈം വരുന്നുണ്ട്, 4ൽ 2 ടൈംസ് ഉണ്ട്, വീണ്ടും 2നെ പുറത്തെടുക്കുന്നു, കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ മൾട്ടിപ്പിൾ ചെയ്യണം നമ്മൾ. 2 2s are 4, 4 × 1 1, 4 × 1 4, വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4 ആണ് വരുന്നത്. സോ LCM എത്രയാണ്? 4. ഈ ഫസ്റ്റ് ഭിന്നസംഖ്യനെ മാത്രം എടുക്കുന്നു, ഫസ്റ്റ് ഫ്രാക്ഷനെ മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് വരണം? LCM ആയ 4 വരണം. LCM ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4 ആണ് കിട്ടിയിരിക്കുന്നത്. 4 ഇവിടെ കിട്ടണം. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ 2 2s are 4 കിട്ടി. അതേ 2 തന്നെ മേലെ എഴുതി കൊടുക്കണം. 1 × 2 2, 2/4 എന്ന് കിട്ടി. അടുത്ത ഫ്രാക്ഷൻ എടുക്കുക, 1/4 ആണ്, ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വരണം? 4 വരണം. 4നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 4 വരിക? 1 കൊണ്ട്. അപ്പോൾ ഇവിടെയും 1 × 1 1. അപ്പോൾ ഈ 2 ഫ്രാക്ഷൻസ് ആണ്. എന്ത് നമുക്ക് ചെയ്യണം? പ്ലസ് ആണ് ചെയ്യേണ്ടത്. സോ 2 + 4, 2/4 + 1/4. ഇപ്പം എന്തായി? ആയിട്ടുണ്ട് അല്ലേ, ഒരേപോലെ ഉണ്ട് താഴത്തെ ഡിനോമിനേറ്റർ. അപ്പോൾ ഒരു തവണ എഴുതിയാൽ മതി. 2 + 1 3 കിട്ടിയില്ലേ? ഈ ആൻസർ കിട്ടിയില്ലേ? ഇവിടെ മനസ്സിലായോ? കുട്ടികളെ മനസ്സിലായോ? പറയൂ. അടുത്ത സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അൺലൈക്ക് ഫാക്ടേഴ്സ് ഫ്രാക്ഷൻസ് മാത്രം നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. 16 എണ്ണം ഉണ്ട്, അത് ഫുള്ളായിട്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കിഷാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കിഷാൻ, അപ്പം നീ കിഷാൻ കേറിയിട്ടുണ്ടോ? എന്തതായാ? ഓക്കെ, 1/3 + 5/7 ആണ്. 7 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഈ ഭാഗം 2നെയും മൾട്ടിപ്പിൾ ചെയ്യണം, മേലെയും താഴെയും മൾട്ടിപ്പിൾ ചെയ്തോളൂ. അപ്പോൾ 7/21 കിട്ടും. പ്ലസ് ഈ 3 കൊണ്ട് ഇവിടെയും ഇവിടെയൊക്കെ മൾട്ടിപ്പിൾ ചെയ്തോളൂ. അപ്പോൾ എത്ര കിട്ടും? 15/21 കിട്ടും. ഇപ്പോൾ ലൈക്ക് ഫാക്ടേഴ്സായി. ഓക്കെ, 21 എഴുതി, മേലെ 22 കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 3നും 7നും LCM എടുക്കുക. 3നും 7നും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? നോ. സോ 3നെ പുറത്തെടുക്കണം. ആദ്യം 1 എഴുതി, 1 3s are 3 എഴുതി. ഇനി 7നെ പുറത്തെടുക്കണം. ഇവിടെ നമുക്ക് 7 കിട്ടും. പിന്നെ 7നെ പുറത്തെടുക്കണം 1 ടൈം. ഇവിടെ 7നെ പുറത്തെടുത്തത് കാരണം ഇവിടെ 1. സോ 3 7s are എത്രയാണ്? 21. സോ 1/3 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 21 ഉണ്ട്. സോ 3നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 21 വരിക? 7 കൊണ്ട്. ആ 7 മേലെ എഴുതുക. 1 7s are 7.
അടുത്തത് 5/7 എടുക്കുക ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വരണം 21. സോ ഇവിടെ 21 വരണം. ദയ പറയൂ കേട്ടോ. ഇവിടെ 21 വരണം. 7 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 21 വരിക? പറയടാ. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, എന്താണ് സർ? കഴിയുന്നില്ലേ? ഒന്നുകൂടി വരൂ. സ്ക്രീൻ കാണുന്നില്ലല്ലോ എനിക്ക്, അത് കാരണമായിരിക്കും. ഒന്നുകൂടി ജോയിൻ ചെയ്യിപ്പിക്കൂ. ഓക്കെ. കാണുന്നുണ്ടോ സ്ക്രീന്? അപ്പോൾ അവന്തിക പറയൂ. ഇവിടെ 21 വരണം. ഇവിടെ 7 ഉണ്ട്. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 21 വരിക? 3. അതേ 3 കൊണ്ട് മേലെ മൾട്ടിപ്പിൾ ചെയ്യാം. സോ 5 3s are 50. അപ്പോൾ 2 ഫ്രാക്ഷൻസ് കിട്ടി. 7/21 പ്ലസ് 15/21. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. 7 + 15 എത്രയാണ്? 22/21 കിട്ടി. ഓക്കെ. കിഷാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ. കിഷാൻ, നമ്മൾ ആദ്യം എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്കായിട്ടുള്ള താഴെ ഭാഗം ഡിനോമിനേറ്റർ ഒരേപോലെ വരുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടെസ്റ്റ് തന്നത് ഞാൻ. അത് എങ്ങനെയാണ് ചെയ്തത് എന്ന് ഇതവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. താഴെ സെയിം ആണ് എങ്കിൽ അതിന് ഒരു തവണ മാത്രം എഴുതുക. മേലത്തെ അങ്ങനെ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്ത് മേലെ ഭാഗത്ത് എഴുതുക. ഇത്ര തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. പിന്നെ ചിലതിൽ കോമൺ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് വെട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 6/12 ആയിരുന്നു ഇതിൻ്റെ ആൻസർ വരുന്നത്. 6ൽ 6 ഒരു തവണയുണ്ട്, 12ൽ 6 2 തവണയുണ്ട്. അപ്പോൾ 1/2 ഞാൻ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി എടുത്തു. അങ്ങനെ ചില ക്വസ്റ്റ്യന് അങ്ങനെ വരുന്നുണ്ട്. 13/50 കോമൺ നമ്പേഴ്സ് ഇല്ലാത്ത കാരണം നമ്മൾ അങ്ങനെ വിട്ടു. ഓക്കെ. സോ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇവിടെ സോൾവ് ചെയ്തുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ പറയുന്ന ആൻസേഴ്സ് ഞാൻ അന്ന് അയച്ചെന്നില്ലേ, അത് വെച്ച് ചെക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത് വെച്ച് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ കിഷാൻ? ഇനി അടുത്തത് നമ്മൾ ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത ഫ്രാക്ഷൻസ് 2 4 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LCM അല്ലേ എടുക്കേണ്ടത്? ഓർമ്മയുണ്ടോ കിഷാന്? ആണ്. അപ്പോൾ അത് LCM എടുക്കുക. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഫ്രാക്ഷൻ എടുത്തു. LCM 4 വന്നത്. ഈ 4 ഇവിടെ വരണമെങ്കിൽ 2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 4 കിട്ടുക. അതേ 2 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യണം. സോ 1 2s are 2. 2/4 കിട്ടി. അടുത്തത് 1/4 ഇറക്കി ഇൻറ്റു ഇവിടെ 4 ആണ് വരേണ്ടത്. 1 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അതേ 1 കൊണ്ട് മേലെയും മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 1/4 കിട്ടി. 2നും ആഡ് ചെയ്തു. 3/4 ആൻസർ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി നമ്മൾ പോണത്. സോ 3 ഇതിപ്പോൾ കിഷാനാണ് പറയാൻ പോകുന്നത്. 8/9 + 1/3. ഒരു മെത്തേഡ് എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വെച്ചിട്ട് ഇവിടെയും ഈ നമ്പറിനെയും മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എത്ര വരും? 8 3s are 24 /9 3s are 27 കിട്ടും. പ്ലസ് ഈ 1/3നെ ഈ 9 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 9/27 കിട്ടും. ഇപ്പം എന്തായി? താഴെ ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ? അപ്പോൾ 27 എഴുതി കൊടുക്കുക. മേലെ എന്ത് ചെയ്യണം? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 33 കിട്ടും. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 9ഉം 3ഉം LCM എടുക്കുക. 9ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 3ൽ 3 1 ടൈം ഉണ്ട്. ഇനി 3നെ വീണ്ടും പുറത്തെടുക്കുക. 3ൽ 3 1 ടൈം ഉണ്ട്, പിന്നെ 1. 3 3s are 9 ആണ് നമ്മളുടെ LCM ആയിട്ട് കിട്ടുന്നത്.
ഓക്കെ. സോ 8/9 എടുത്തു ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു 9 ഇവിടെ ഉണ്ട്. LCM ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. LCM എഴുതി കൊടുക്കണം. സോ 9 ആണ് LCM. 9 ഇവിടെ കിട്ടണമെങ്കിൽ 1 കൊണ്ട് തന്നെ മേലെയും താഴെയും മൾട്ടിപ്പിൾ ചെയ്യണം. സോ 8 1s are 8. അടുത്ത ഫ്രാക്ഷൻ എടുത്തു. അതിന് അതേപോലെ 9 ഇവിടെ കിട്ടണം. അപ്പോൾ 3 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. 1 3s are 3. ഇത് രണ്ടിനും നമുക്ക് ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11/9. ഇവിടെ സെയിം ആയിട്ടുള്ളപ്പോൾ ഒരു തവണ എഴുതിയാൽ മതി. സോ 8 + 3 എത്രയാണ്? 11/9. മിസ് ഇവിടെ 33, ഇവിടെ 27 അല്ലേ വന്നിട്ടുള്ളൂ, ഇവിടെ 11/9 അല്ലേ വന്നിട്ടുള്ളൂ. അതെങ്ങനെയാണ് എന്നുള്ള സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. സോ ഇത് വലിയ നമ്പറാണ്. ഈ രണ്ട് നമ്പറിലും ഉള്ള ഈ രണ്ട് നമ്പറും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഈ 33-ൽ 3 11 ടൈംസ് ഉണ്ട്, 27-ൽ 3 9 ടൈംസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മളിതിനെ ക്രോസ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ 11/9 കിട്ടും. മനസ്സിലായോ കുട്ടികളെ? 3 പേർക്ക് മനസ്സിലായോ ഇത്? ഓക്കെ. ഇത് നിങ്ങളായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ക്വസ്റ്റ്യൻസ് തന്നത് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ 5/12 + 1/5. ഓക്കെ. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്യുക. 5 കൊണ്ട് മേലെയും താഴെയും. അപ്പോൾ 5 കൊണ്ട് ചെയ്യുമ്പോൾ 25/12 × 5 60 പ്ലസ് ഈ 12 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്പിൾ ചെയ്യുക. 12/60. ഇനി 60 താഴെ ഒരേപോലെ കിട്ടി, മേലെ ആഡ് ചെയ്യുക. 37 വന്നു. കഴിഞ്ഞു. ഇതോടുകൂടി നമ്മളുടെ ആൻസർ കഴിഞ്ഞു. ഈ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞു. ഇനിയിപ്പോൾ LCM ആണ് എങ്കിൽ LCM എടുക്കുകയാണെങ്കിൽ 12, ഇവിടെ 5. ഇതിൽ രണ്ടിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം 5നെ എടുക്കുന്നു. 12നെ അങ്ങനെ വെച്ചോളൂ. 5 ഒരു തവണ. ഈ 12നെ എടുക്കണം. കഴിഞ്ഞു. 5 × 12 എത്രയാ? 60 വരിക. അപ്പോൾ 60 നമ്മളുടെ LCM. ഇനി എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫസ്റ്റ് ഫ്രാക്ഷൻ എടുക്കണം. 5/12 × വിച്ച് ഇസ് ഈക്വൽ ടു 60. ഇവിടെ 60 വരണം. 12നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 5 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യണം. 5 25. ഇനി 1/5 × വിച്ച് ഇസ് ഈക്വൽ ടു 60. ഈ 60 ഇവിടെ വരണമെങ്കിൽ 12 കൊണ്ട് വേണം മൾട്ടിപ്പിൾ ചെയ്യാൻ. സോ ഒരു 12. പിന്നെ ബാക്കിയൊക്കെ ദേ സെയിം പ്രൊസീജിയർ. 5ാമത്തെ ക്വസ്റ്റ്യൻ 1/6 + 10/12. ഇത് നോക്കൂ. ഇത് രണ്ടും 6ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 6 12 അതിൻ്റെ LCM എടുക്കൂ. 6 ഒരു തവണ, 12 6 2 തവണയുണ്ട്. വീണ്ടും 2നെ പുറത്തെടുക്കുക. ഇവിടെ ലാസ്റ്റ് 1 വരണം കേട്ടോ. LCM എടുക്കണമെങ്കിൽ ഇവിടെ ലാസ്റ്റ് 1 വരണം. അതുവരെ നമ്മൾ എടുക്കണം. സോ 6 2s are എത്രയാണ്? 12. അതാണ് LCM. ഇനി അടുത്തത് 1/6 × വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 12 ആണ്. 2 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഇവിടെ 2 വരും. അടുത്തത് 10/12 × വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 12 വരണം. 1 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടിനെയും ആഡാണ് ചെയ്യേണ്ടത്. 1/6 ഇപ്പം എന്തെന്ന് മാറി? 2/12 മാറി. പ്ലസ് 10/12 10/12 തന്നെ ആയി. സോ 12/12 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 12/12 എത്രയാണ്? 1 ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? മനസ്സിലായോ? ഇതിന് ആൻസർ 1 ആണ്. 1/1 എന്നും പറയാം, അല്ലെങ്കിൽ 1 എന്നും പറയാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമോ? എന്നാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വേറെ പഠിക്കാനുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മൾട്ടിപ്ലൈ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. ഇതൊക്കെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അത് എളുപ്പമാണ് കേട്ടോ. അത് ചെയ്തിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അത് ആൻസേഴ്സ് ചെക്ക് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സോ മൾട്ടിപ്ലൈ 1 × 1/6. 1നെ കൊണ്ട് എത്ര വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലും അതേ നമ്പർ തന്നെ വരുള്ളൂ. അതാണ് ആൻസർ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 9/7/10. 9 × 7/10. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ 9 മാത്രമായിട്ട് ഒരു നമ്പർ തന്നു, ഇല്ലെങ്കിൽ എനി നമ്പർ ഇങ്ങനെ തന്നുവെങ്കിൽ താഴെ 1 ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. താഴെ എന്തുണ്ട്? 1 ഉണ്ട് എന്നതാണ് അർത്ഥം.
എനി നമ്പർ ഡിവൈഡഡ് ബൈ 1 അതേ നമ്പറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് അവർ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 9/1 എന്നാണ് എഴുതേണ്ടത്. സോ 9/1. ഇനി മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമല്ലേ? എന്താണ് ചെയ്യേണ്ടത്? 2 ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ മേലത്തെ നമ്പർ മേലെയായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക, താഴത്തെ നമ്പറിനെ വെച്ച് താഴെയും മൾട്ടിപ്പിൾ ചെയ്യുക. അത്ര തന്നെ കഴിഞ്ഞു. സോ 9 7s are 63 ഡിവൈഡഡ് ബൈ 1 into 10 10 കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 7 into 4/8. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ കേട്ടോ. സോ 7 4s are 28 ഡിവൈഡഡ് ബൈ 8. ഇതിനെ കോമൺ ടേം വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 28-ൽ 2 14 തവണയുണ്ട്. 8-ൽ 2 4 തവണയുണ്ട്. വീണ്ടും 14-ൽ 2 7 തവണയുണ്ട്. 4-ൽ 2 2 തവണയുണ്ട്. അപ്പോൾ 7/2 ആണ് ആൻസർ. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ 1/2 ഓഫ് 2. ഓഫ് പറഞ്ഞാൽ എന്താ? ഇൻടു എന്നതാണ് അർത്ഥം. അപ്പോൾ വീണ്ടും 2/2. ആൻസർ 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1. കുട്ടികളെ മനസ്സിലാവുന്നുണ്ടോ? പറയൂ ദയ. ക്ലിയർ ആണോ? അവന്തിക, കിഷാൻ? അപ്പോൾ 1/2 ഓഫ് 1. ഓഫ് പറഞ്ഞാൽ എന്താണ്? ഇൻടു 1. ഒന്നുകൊണ്ട് എത്ര വലിയ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്താലും അതേ നമ്പറാണ് കിട്ടുക. കഴിഞ്ഞു. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ 2/6 ഓഫ് 2. എന്ത് വരും? 2/6 into 2/1. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും. 2/6 2-ൽ 2 1 ടൈം ഉണ്ട്, 6-ൽ 2 3 ടൈംസ് ഉണ്ട്. ഇനി മൾട്ടിപ്പിൾ ചെയ്യൂ. 1 2s are 2 ഡിവൈഡഡ് ബൈ 3 into 1 3. കഴിഞ്ഞു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 1/3 ഓഫ് 5. 1/3 into 5/1 എന്ത് വരും? 5/3 വരും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ 3/10 ഓഫ് 8. 3/10 into 8/1. 8-ൽ 2 4 ടൈംസ് ഉണ്ട്, 10-ൽ 2 5 ടൈംസ് ഉണ്ട്. ഇനി മൾട്ടിപ്പിൾ ചെയ്യൂ. 3 4s are 12. 5 into 1 5. ഓക്കെ. ഈ വീഡിയോ ഞാൻ അയച്ചു തരും. ഇരുന്ന് കണ്ട് മനസ്സിലാക്കി ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം കേട്ടോ നിങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്ര സിമ്പിളായിട്ടല്ല വരിക. ഇതൊക്കെ ഒരു പാർട്ടാണ്. ഇത് ക്ലിയർ ആയാലാണ് നിങ്ങൾക്ക് വലിയ വലിയ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. സോ നോക്കൂ 5/1. ഈ 5ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 ടൈം വരും. സോ 1/1 ആണ് ആൻസർ വിച്ച് ഇസ് ഈക്വൽ ടു 1. പത്താമത്തെ ക്വസ്റ്റ്യൻ 2/4 ഓഫ് 9. 2/4 into 9/1. 9 4-ലില്ല, പക്ഷെ 2 വന്ന് 4-ലുണ്ട്. 2 2-ൽ 1 ടൈം, 2 4-ൽ 2 ടൈംസ്. സോ 1 into 9 9 ഡിവൈഡഡ് ബൈ 2 into 1 2. കഴിഞ്ഞു. 11 8 into 1/8. ഇതെന്ത് ചെയ്യാം? താഴെ 1 ഇതും ക്യാൻസൽ ചെയ്തു. 1 ടൈം. സോ 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1. 12th question 9 into 4/6. 4-ൽ 2 ടൈംസ്, 6-ൽ 2 3 ടൈംസ്. 3 9-ൽ 3 ടൈംസ്. സോ 6 ആണ്. ഒരു തവണയും കൂടി പറയാം. കുറച്ച് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. 9 into 4/6 ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നന്നായി ശ്രദ്ധിച്ചോളൂ. 4-ൽ 2 ടൈംസ് ഉണ്ട്, 6-ൽ 2 3 ടൈംസ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 3 9-ൽ എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. സോ 3 2s are എത്രയാണ്? 6. താഴെ പിന്നെ എല്ലാം ക്യാൻസലായി. 1 ടൈമാണ് ക്യാൻസലായിരുന്നത്. ഇവിടെ 1. ആൻസർ 6. ഓക്കെ ആണോ കുട്ടികളെ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ലയെന്നെങ്കിലും പറയൂ. കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ. ദയ, അവന്തിക, കിഷാൻ പറയൂ. ഇനി ഡിവൈഡ് ബൈ 1. ഇതും ക്യാൻസലായി. 1 ടൈമാണ് വരുന്നത്. 4 into 1 4, 1 into 1 1.
4/1 4. 14ാമത്തെ ക്വസ്റ്റ്യൻ 7 ഇൻറ്റു 5/10. 7/1 ഇൻറ്റു 5/10. 5 5-ൽ 1 ടൈം, 10-ൽ 5 2 ടൈംസ്. 7 1s are 7 divided by 1 into 2s are 2. 7/2. 15ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ? 15. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തോളുവോ? എളുപ്പമല്ലേ? അപ്പം ഇത് കിട്ടിയ സ്ഥിതിക്ക് അത് കിട്ടുമല്ലോ അല്ലേ? പറയണോ? താഴത്തെ ഏറ്റവും രണ്ടാമത്തെ PDF അത് എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 3ാമത്തെ PDF എന്താ പറഞ്ഞെന്ന് എന്താ ടെസ്റ്റ് നോക്കട്ടെ. ഡിവിഷൻ ആയിരുന്നു. ഡിവിഷനാണ് ലാസ്റ്റത്തെ PDF ഞാൻ അയച്ചത്. ഡിവിഷൻ എന്തിടാ? മഴയുണ്ട് അല്ലേ? അവിടെ ഉണ്ടോ മഴ? ഉണ്ടല്ലേ. 1/4 ഡിവിഷൻ 9/10. ഇതാണ് നമുക്ക് ഇത് വരുന്നത്. സോ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/4 അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ആദ്യം വരുന്ന ഫ്രാക്ഷനെ അങ്ങനെ തന്നെ എഴുതാം. രണ്ടാമത് വരുന്ന ഫ്രാക്ഷൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ എഴുതിയിട്ട് ഇതിനെ ഇൻവേഴ്സ് ആക്കി എഴുതുക. 10/9 എഴുതുക. ഇനി ആസ് യൂഷ്വൽ 10-ൽ 2 5 ടൈംസ് ഉണ്ട്, 4-ൽ 2 ടൈംസ് ഉണ്ട്. എപ്പോഴാണ് ഇങ്ങനെ അടുത്തുള്ള ഫ്രാക്ഷനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുക കേട്ടോ. സോ 1 5s are 5 divided by 2 into 9 18. ഓക്കെ, ഇതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5/9 ഡിവിഷൻ 1/2. ഇനി എന്ത് ചെയ്യണം? 5/9 ഡിവിഷന് പകരം എന്ത് എഴുതി കൊടുക്കണം? ഇൻറ്റു. ഇതിനെന്ത് ചെയ്യണം? 2/1 ഇൻവേഴ്സ് ആക്കി എഴുതുക. ഇനി ഇതിലൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. സോ 5 into 2 10, 9 into 1 9. കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1/3 ഡിവിഷൻ 6/9. എന്ത് ചെയ്യാം? 1/3 ഇൻറ്റു 9/6. 9-ൽ 3 ടൈംസ്, 6-ൽ 3 2 ടൈംസ്. ഈ 3യും ക്യാൻസലായി. അപ്പോൾ ആൻസർ മേലെ ന്യൂമറേറ്ററിൽ 1 വരുന്നത്, താഴെ ഡിനോമിനേറ്ററിൽ 2. സോ 1/2. ഒരു തവണയും കൂടി പറയാം, ഇത് ഒന്നുകൂടി പറയാം. 1/3 ഇൻറ്റു 9/6. എന്ത് ചെയ്യണം? 9-ൽ 3 ടൈംസ്, 6-ൽ 3 2 ടൈംസ് കിട്ടി. ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഈ 3യും ക്യാൻസലായി. എത്ര ടൈം? ഓരോരോ ടൈം ക്യാൻസലായി. സോ മേലെ എത്ര വന്നു? 1 1s are 1 divided by 1 2s are 2. 1/2 ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ 8/10 ഡിവിഷൻ 2/5. 8/10 into 5/2. ഓക്കെ, 8-ൽ 2 4 ടൈംസ്, 10-ൽ 2 5 ടൈംസ്. പിന്നെ വീണ്ടും ഈ 5ഉം 5ഉം ഇനി 2-ൽ 2 1 ടൈം, 4-ൽ 2 ടൈംസ്. സോ നമുക്ക് ആൻസർ വരുന്നത് 2 ആണ്. ഇവിടെ ബാലൻസ് ഉള്ളത് 2 ഇൻറ്റു ഇവിടെ ഒരു തവണ. സോ 2 ഇൻറ്റു 1 2. ഇവിടെ എല്ലാം അടിച്ചു പോയി. ഇവിടെ ബാലൻസ് 1 ആണ് വരുന്നത്. 1 2/1 ആൻസർ 2. ഇത് ചെയ്യുമോ നിങ്ങൾ? 10 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ, ചെയ്തു വരുമോ? നമുക്കിന്ന് വലിയ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി അടുത്ത് വരുന്ന കാര്യം എന്താണെന്ന് പഠിക്കാം. നമ്മളിപ്പോൾ ഫ്രാക്ഷനിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മറ്റേ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് LCM ആണ്. ഇതിലെങ്ങനെയാണ് LCM എടുക്കാനായിട്ട് സാധിക്കുക? LCM ആൻഡ് HCF ഇതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ
നമുക്ക് ഒരു 3 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഒരു 3, ഇത് ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക കേട്ടോ നിങ്ങൾക്ക്. 3/8, 5/12, 9/16 എന്ന് നിങ്ങൾക്ക് തരുകയാണ്. എന്നിട്ട് നിങ്ങളോട് പറയുന്നു LCM കണ്ടെത്തൂ എന്ന് പറയുന്നു. ഏതിനൊക്കെ LCM കണ്ടെത്തണം? ഈ പറഞ്ഞ 3/8നും 5/12നും 9/16നും LCM കണ്ടെത്തൂ എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പോൾ ഇതിന് മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ അഡീഷൻ മൈനസ് ഒക്കെ വരുമ്പോൾ നമ്മൾ LCM എടുത്തു, അത് കഴിഞ്ഞു, ആ മെത്തേഡ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ അഡീഷൻ തന്നിട്ടില്ല, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ എതുമേ തന്നിട്ടില്ല. 3 ഫ്രാക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതിൻ്റെ LCM എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ LCM കണ്ടെത്താൻ പറഞ്ഞു എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ മേലത്തെ ഭാഗത്തെ LCM എടുക്കുക. ഒരു മിനിറ്റ് കേട്ടോ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നാൽ ടഫാവും. എന്താ വെച്ചാൽ HCF ഞാൻ എടുത്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയും HCF എടുത്തു തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആദ്യം നമ്പറിൽ എങ്ങനെയാണ് LCMഉം HCFഉം എടുക്കുക എന്നുള്ളത് പഠിക്കുക. പിന്നെ നമുക്ക് ഫ്രാക്ഷനിൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് പഠിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് ചെയ്യുക, ഇത് റിലേറ്റഡ് ആയിട്ട് വേറെ നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ, അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളൂ കേട്ടോ. എഴുതുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നീട് എഴുതിയാലും മതി. ദർ ആർ 500 eggs ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ എന്തുണ്ട്? 500 മുട്ടകളുണ്ട്. അതിൽ 3/25 ഗോട്ട് ബ്രോക്കൺ, പൊട്ടിപ്പോയി. എത്ര എണ്ണം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല, അതിന് പകരം 3/25 പാർട്ട് നമുക്ക് പൊട്ടിപ്പോയി. നെക്സ്റ്റ് ഒരു പറഞ്ഞു 4/5 ഓഫ് ദി റിമൈനിങ്. എന്താ പറയുന്നത്? റിമൈനിങ് എഗ്സ് വേർ സോൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ചെയ്തു. സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോൾഡ് കേട്ടോ. ദ നമ്പർ ഓഫ് എഗ്സ് ലെഫ്റ്റ് ഇസ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണെന്നറിയോ ചോദ്യം? ആദ്യം തുടക്കത്തിൽ 500 മുട്ടകൾ ഉണ്ടായിരുന്നു. അതിൽ 3/5 ഭാഗം, എത്രയാണ്? 3/5 ഭാഗം പൊട്ടിപ്പോയി. പിന്നെ 4/5 ഭാഗം വിറ്റു. ഇപ്പോൾ അവിടെ എത്ര മുട്ടകളാണ് ബാക്കിയുള്ളത് എന്നാണ് ചോദ്യം. ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നു 500 മുട്ടയിൽ 45 മുട്ട ബ്രോക്കനായി, ഒരു 120 മുട്ട സോൾഡ് ചെയ്തു. ഇപ്പം എത്ര ബാക്കിയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരുന്നിരിക്കണം? എന്ത് ചെയ്യും നിങ്ങൾ? ഈ 500-ന്ന് 45-നെ മൈനസ് ചെയ്യും, 120-നെയും മൈനസ് ചെയ്യും. എന്നിട്ട് വരുന്ന ആൻസറാണ് നിങ്ങൾ പറയുക അത്രയും മുട്ടകൾ അവിടെ ബാക്കിയുണ്ട് എന്ന് പറയും. അല്ലേ? ഇപ്പം ഞാൻ അവന്തികയുടെ അടുത്ത് ചോദിക്കാം. അവന്തികയുടെ കയ്യിൽ 20 ചോക്ലേറ്റ്സ് ഉണ്ട്. അവന്തിക 4 എണ്ണം കിഷാനിന് കൊടുക്കുന്നു. 3 എണ്ണം അവന്തിക എന്ത് ചെയ്യുന്നു? ദയക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അവന്തികയുടെ കയ്യിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്തികയുടെ ആൻസർ എന്താ? 1. എടാ നന്നായി നോക്ക്, 1 ആണോ? 20 എണ്ണം ഉണ്ടായിരുന്നു അവന്തികയുടെ കയ്യിൽ. ബാക്കിയുള്ളതൊക്കെ നീ കഴിച്ചോ? നിന്നോട് ഞാൻ ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുമില്ല. 20 എണ്ണം നിന്റെ കയ്യിലുണ്ടായിരുന്നു. നീ 4 എണ്ണം കിഷാന് കൊടുത്തു, 3 എണ്ണം ദയക്ക് കൊടുത്തു. ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? ശരി, ഞാൻ 10 ചോക്ലേറ്റ്സ് കാണിച്ചു തരാം. 5, 10 അല്ല 20 ചോക്ലേറ്റ് കാണിച്ചു തരാം.
ഇതാ 20 ചോക്ലേറ്റ് ഉണ്ട്. 4 എണ്ണം കിഷാനിന് കൊടുത്തു, അപ്പോൾ 4 എണ്ണം മൈനസ് ചെയ്തു. 3 എണ്ണം ദയക്ക് കൊടുത്തു, 3 എണ്ണവും മൈനസ് ചെയ്തു, ക്രോസ് ചെയ്തു. 7 എണ്ണം പോയി അല്ലേ? ടോട്ടൽ 7 എണ്ണം പോയി. ഇപ്പം എത്ര എണ്ണം നിൻ്റെ കയ്യിലുണ്ടാവും? കൗണ്ട് ചെയ്ത് പറയേ. എത്ര ഉണ്ടാവും? 13 ഉണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ കിഷാനെടുത്ത് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. കിഷാൻ ശ്രദ്ധിക്കൂ, 35 ചോക്ലേറ്റ് കിഷാൻ്റെ കയ്യിലുണ്ട് ട്ടാ. ഇതിൽ 7 ചോക്ലേറ്റ് ദയക്ക് കിഷാൻ കൊടുത്തു. ഓക്കെ, 18 ചോക്ലേറ്റോളം അവന്തികയ്ക്ക് കൊടുത്തു. ഇപ്പോൾ കിഷാൻ്റെ കയ്യിൽ എത്ര എണ്ണം ബാക്കി ഉണ്ടാവും? ഒമ്പത്. 25 ആണോടാ? നന്നായി നോക്ക്. എത്ര വരും? എന്ത് ചെയ്യും? 35 എണ്ണത്തിൽ 7. പറയൂ, എത്രയാണ്? 10 വരിക കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ 25 വരിക. 35 25 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 10. ഇനി ദയയുടെ അടുത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ദയയുടെ കയ്യിൽ 40 ചോക്ലേറ്റ് ഉണ്ട്. 17 ചോക്ലേറ്റ് അവന്തികയ്ക്ക് കൊടുത്തു. 10 ചോക്ലേറ്റ് കിഷാനിന് കൊടുത്തു. ഇപ്പോൾ അവന്തികയുടെ കയ്യിൽ എത്ര ഉണ്ടാവും? പറയ് ദയ, ഉണ്ടാ ക്ലാസ്സില്? പറയൂ, എത്ര ഉണ്ടാവും? ആൻസർ മാത്രം പറഞ്ഞാൽ മതി. എന്തൊക്കെയാടാ പുറകുറു പറയണ? ആൻസർ മാത്രം പറയേ. ആൻസർ എത്ര വരും? എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടിനെയും ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 27. പിന്നെ 40 27 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? കറക്റ്റ്. ഇങ്ങനെ നമുക്ക് നമ്പറായിട്ട് തന്നാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു അല്ലേ? ഓരോരോ നമ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ തന്നിരിക്കുന്നത് ഫ്രാക്ഷൻ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫ്രാക്ഷൻ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 500 എണ്ണം എത്രയാണ്? 500 നമ്പേഴ്സാണ് മുട്ട ഉണ്ടായിരുന്നത്. അതിൽ 3/25 ഭാഗം എന്തായി? ബ്രോക്കനായി. അപ്പോൾ 3/25 ഭാഗം എത്ര എണ്ണമായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3/25 × 500 നമ്മൾ എഴുതി കൊടുക്കണം. ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ പറയൂ. 3/25 × 500 എത്ര ആൻസർ വരികയെന്ന് പറയൂ. ഞാൻ വേണമെങ്കിൽ ഇവിടെ സപ്പോർട്ടിന് താഴെ ഒരു 1 കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇത് സോൾവ് ചെയ്ത ആൻസർ എത്രയാന്ന് പറയൂ. നമ്മളിപ്പോൾ ഇത്രയും ഫ്രാക്ഷൻസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചില്ലേ. ഇനി ഇത് ചെയ്യൂ, ചെയ്തിട്ട് പറയൂ. വൺ 1500 ഡിവൈഡഡ് ബൈ 25 എന്ന് വരില്ലേ. ഇനി 1500-ല് 25 എത്ര തവണ ഉണ്ട് നോക്കൂ. അപ്പോൾ 1500 ഡിവൈഡഡ് ബൈ 25 ചെയ്യണം. അപ്പോൾ 15-ല് 25 ഇല്ല, 150-ല് 25 എത്ര തവണ ഉണ്ട് എന്ന് നോക്കണം. അതിന് നമുക്ക് തീർച്ചയായിട്ടും 25-ന്റെ ടേബിൾ അറിയണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എളുപ്പ വഴി എന്താണെന്ന് പറഞ്ഞുതരാം. ഈ 25 500-ല് എത്ര തവണയുണ്ട്? 50-ല് 25 2 തവണയുണ്ട്. ഈ 0 മേലേക്ക് അങ്ങനെ എടുത്ത് എഴുതാം കേട്ടോ. 25 500-ല് 20 തവണയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എളുപ്പമല്ലേ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 3 × 20 എത്രയാ? 60. 60/1 60 കഴിഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1500 ഡിവൈഡഡ് ബൈ 25 ചെയ്ത് നോക്കുക. 15-ല് 25 ഇല്ല, അപ്പോൾ 3 ഡിജിറ്റ് എടുക്കണം. 150-ല് 25, 100-ല് 25 4 തവണയുണ്ട്, 50-ല് 2 തവണയുണ്ട്, അങ്ങനെ 6 തവണയുണ്ട് 150. ഇനി ഈ 0 ഉണ്ടല്ലോ, ഈ 0 ഇവിടെ ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ 60 കിട്ടി. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 500-ല് ഈ 60 എണ്ണം മാത്രമേ ബ്രോക്കൺ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതാണ്, സ്റ്റെപ്പായിട്ട് എഴുതാണ്. ബ്രോക്കൻ്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 എണ്ണം. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേജിൽ 500 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 500-ന്ന് ഇനിയിപ്പോൾ ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും മൈനസ് ചെയ്യുക. 440 എണ്ണം ഇനി കയ്യിലുണ്ട്. അതിൽ ഓക്കെ റിമൈനിങ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4/5 ഓഫ് റിമൈനിങ് എക്സ്. ഇതാണ് റിമൈനിങ് എക്സ് വരുന്നത് നമ്മളുടെ കയ്യിൽ ഉള്ള ഇത്. ബ്രോക്കൺ ആയത് പോകെ ബാക്കിയുള്ളത് റിമൈനിങ് എക്സ് ഇത്രയാണ്. ഈ റിമൈനിങ് എക്സിൻ്റെ 1/4 ഓഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1/4 ഓഫ് പറഞ്ഞാൽ എന്താ, ഇൻറ്റു ഈ 440. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഒന്നെങ്കിൽ 4 കൊണ്ട് 440-നെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെയ്തിട്ട് ആൻസർ മാത്രം പറയൂ. 4 × 440 ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ 5 440-ല് എത്ര തവണ ഉണ്ട് നോക്കൂ. 440-ല് 5 വന്നിട്ട് 44-ല് 8 തവണയുണ്ട്. 40 ബാലൻസ് 40 8 തവണ. അപ്പം 88 തവണ വരും. വീണ്ടും 4-നെയും 88-നെയും മൾട്ടിപ്പിൾ ചെയ്യണം. സോ 88 × 4 32 3 32 35 352. എത്രയാണ്? 352 വരുന്നത്. ഇതെന്താണെന്നറിയോ, ഈ റിമൈനിങ് എഗ്ഗിൽ ചിലവായി പോയത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 352. ഓക്കെ, ആദ്യം എന്തുണ്ടായിരുന്നു, 500 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 3/25 ഭാഗം അഥവാ 60 എണ്ണം ഉടഞ്ഞു പോയി, ബാക്കി പൊട്ടിപ്പോയി. ബാക്കി ആ 60 എണ്ണം മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 440 ഉണ്ടായിരുന്നത്. അതിൽ 4/5 പാർട്ട് എന്തായി, സോൾഡായി. സോ 4/5 പാർട്ട് എത്രയാണ് നോക്കുമ്പോൾ 352 സോൾഡായി. ഇനി കയ്യിൽ ബാക്കി എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 440-ന്ന് 352-നെ മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക നോക്കൂ. എത്ര വരും? ഇവിടെ 10, ഇവിടെ 8 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 13, ഇവിടെ 8. 88 വരുന്നത്. അവസാനം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത് എത്രയാണ്? 88. 3 പേർക്ക് മനസ്സിലായോ ഇത്? പറയൂ. അവന്തിക ക്ലിയർ ആണോ? അവന്തിക ഇതൊന്ന് എക്സ്പ്ലനേഷൻ പറയൂ. എങ്ങനെയാണ് മിസ് ചെയ്തതെന്ന് ഒന്ന് എക്സ്പ്ലനേഷൻ പറയൂ. സാധിക്കോ?
സാധിക്കില്ല. ദയ പറയൂ. ദയക്ക് അവിടെ ടവർ കുറവാണല്ലോ അല്ലേ? പിന്നെ കിഷാൻ പറയാൻ സാധിക്കോ കിഷാന്? അപ്പൊ ഞാൻ തന്നെ പറയണോ ഒരു തവണയും കൂടി? ഓക്കെ, ഒരു തവണ പറയാം. മൊത്തത്തില് 500 മുട്ടകൾ ഉണ്ടായിരുന്നു. അതിൽ 3/25 ഭാഗം പൊട്ടിപ്പോയിണ്ടായിരുന്നു. ആ 3/25 എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 3/25 ഇൻറ്റു 500 ഞാൻ എഴുതി. അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് 60 കിട്ടുന്നത്. 60 എണ്ണം ബ്രോക്കൺ ആയതാണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു? 500 മൈനസ് ചെയ്തു. അപ്പം 440 എണ്ണം ഉണ്ടായി. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആ 440 4/5 ഭാഗം പിക് 2 എന്ന്. അപ്പം 4/5 ഇൻറ്റു 440 നോക്കി. അത് കിട്ടിയത് 352 അത്രയും എന്തായിപ്പോയി? സോൾഡ്, വിറ്റുപോയി. ഇനി കയ്യിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 440 മൈനസ് 352 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 88 വന്നത്. 88 എണ്ണം അവരുടെ കയ്യിലുണ്ട്. കണ്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? കുറച്ച് ക്രിട്ടിക്കലായിട്ടുണ്ടല്ലേ? എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലേ? ഹാർഡായിട്ടില്ലേ? അതിനാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ഡിവിഷൻ ഇതൊക്കെ നമ്മൾ നല്ലപോലെ പഠിച്ചെടുത്താലാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൈവശം ഉണ്ടാവണം, മൈൻഡിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്കിത് ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുക. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ലേ? ഇത് മാറി നമുക്ക് എത്ര ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ടെന്നറിയോ? ഏകദേശം ഒരു 47, 48, 58 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേപോലത്തെ 58 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. എത്ര ക്വസ്റ്റ്യനാണ്? 58 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനുണ്ട് നമുക്ക്. 58 ക്വസ്റ്റ്യൻസും നോട്ടിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. എന്നിട്ട് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാണ് നമ്മുടെ മൈൻഡിലേക്ക് അത് കയറുള്ളൂ. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുമോ നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി അടുത്തത് ഒന്നും കൂടി നമുക്ക് എന്തിടാ? എനിക്ക് നീ പറയണതേ മനസ്സിലാവണില്ല. അതായ എന്തോ ഒന്ന് മൊബൈലിന്റെ കംപ്ലൈന്റ് ആണോ എന്താന്നറിയില്ല, ബ്ലെൻഡ് ആവണു ആകെ. എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതായ എന്താ പറയണെന്ന്? എന്താ അവന്തിക ദയ പറയുന്നത്? ആണോ? തീർച്ചയായിട്ടും കേട്ടോ. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ. വീഡിയോ അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓരോരോ ക്ലാസ്സിൻ്റെയും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും അതിൽ വീഡിയോസ്. അതിൽ നിന്ന് കണ്ടോളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി സോൾവ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എ ഡ്രം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഡ്രം, അതുപോലത്തെ. എ ഡ്രം ഈസ് 2/3 ഫുൾ. എന്താണ് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഞാൻ. ഒരു മിനിറ്റ്. ഇഫ് 50 ലിറ്റർ മോർ required to. കിഷാൻ, നിനക്കിത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയൂട്ടോ. ഇതിൻ്റെ മലയാളം ഞാൻ വേർഷൻ ആക്കിയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇത് കിട്ടുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കിഷാൻ, കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ. ഇതിൻ്റെ ഇംഗ്ലീഷ് പദം എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. മലയാള പദം.
എന്നുവെച്ചാൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ മലയാളത്തിലല്ലേ നിങ്ങൾ എഴുതുന്നത്, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക്. കാരണം ഞാൻ നോക്കാം, ഇതിൻ്റെ മലയാളം എനിക്ക് എഴുതാൻ അറിയില്ല കേട്ടോ. ഞാൻ വായിച്ചിങ്ങനെ പറയാം, അത് നിങ്ങൾ നോട്ടിൽ മലയാളത്തിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ശരി. എ ഡ്രം ഇസ് 2/3 ഫുൾ. 2/3 ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, താഴെ എഴുതിയിരിക്കുന്നത് 3 പാർട്ടാക്കി എടുത്തോളൂ. താഴെ എഴുതിയിരിക്കുന്നതാണ് ടോട്ടൽ പാർട്ട്. ടോട്ടൽ പാർട്ട് എത്രയാണ്? 3 പാർട്സ് ഉണ്ട്. അതിൽ 2 പാർട്ട് മാത്രമാണ് ഫുൾ. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ, ഈ 2 പാർട്ട് 1 2 പാർട്ട് ഫുള്ളായിട്ടുണ്ട്. ഈ ഒരു പാർട്ട് ഫുള്ളായിട്ട് ഇല്ല, അത് എം ടി ആണ്. ഇഫ് 50 ലിറ്റർ മോർ റിക്വയർഡ് ടു ഫിൽ ഇറ്റ് അപ്പ്. ഇവിടെ എന്താവുന്നു? 50 ലിറ്റർ ഇനിയും ഫില്ലാവാനുണ്ട്. ഹൗ മച്ച് ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദി ഡ്രം? അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്റി, അതിൻ്റെ ഫുൾ കപ്പാസിറ്റി ആ ഡ്രമ്മിൽ എത്ര ലിറ്ററാണ് കൊള്ളുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാണ് പാർട്ടുള്ളത്? 3 പാർട്ട്. ടോട്ടൽ പാർട്ടാണ് താഴെ തന്നിരിക്കുന്നത്. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ പാർട്ടാണ്. ഇത് അതിൽ ഫില്ലായ പാർട്ടാണ്. അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടില്ലേ, 3 ബോക്സ് വരച്ചു, അതിൽ 2 ബോക്സ് ഫില്ലായിട്ട് 1 ബോക്സ് മാത്രം ഫില്ലായിട്ടില്ല. അപ്പോൾ ഇത് ഫ്രാക്ഷനിൽ പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1/3 എം ടി എന്ന് പറയാം. എങ്ങനെയാണ്? 1/3 എത്രയാണ്? എം ടി. ആ 1/3 ആണ് നമുക്ക് ഈ 50 ലിറ്റർ. എങ്ങനെയാണ് മിസ്സേ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് 50 ലിറ്റർ ഇനിയും വേണത്ര, മോർ റിക്വയർഡ് ടു ഫിൽ ഇറ്റ് അപ്പ്. ആ 50 ലിറ്റർ ഇവിടെ ഫില്ലായി കഴിഞ്ഞാൽ ഇത് ഫുള്ളായി ഫില്ലാവും. അപ്പോൾ ഇതല്ലേ എം ടി ആയിട്ടുള്ളത്? ഈ പാർട്ടല്ലേ നമുക്കിവിടെ എം ടി ആയിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് ഇവർ പറയുന്ന 50 ലിറ്റർ ആവശ്യം എന്ന് പറയുന്നത്. ഇവിടെ ഫില്ലാക്കാനാണ്. അങ്ങനെ ഫില്ലായി കഴിഞ്ഞാൽ ടാങ്ക് ഫില്ലാവും. സോ ഈ ഒരു പാർട്ട്, ടോട്ടൽ 3 പാർട്ടല്ലേ, അപ്പോൾ ഞാൻ താഴേക്ക് 3 എഴുതുന്നു. ഫില്ലാവാത്ത പാർട്ട് എത്രയാണ്? 1. അപ്പോൾ ഈ 1/3 പാർട്ടാണ് ശരിക്കും 1/3 പാർട്ട് ഓഫ് ഡ്രമ്മിൻ്റെ 1/3 പാർട്ടാണ് നമുക്ക് 50 ലിറ്റർ. ഓക്കെ. അപ്പോൾ ഡ്രമ്മ് മാത്രം ഡ്രമ്മിൽ എത്ര കൊള്ളളവ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ലിറ്റർ ഇൻറ്റു 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. 150 ലിറ്ററാണ്. നോക്കൂ, ഇത് 50 ലിറ്ററാണ്. അപ്പോൾ ഇതും ഈ ബോക്സും എത്രയായിരിക്കും? 50 ലിറ്റർ. ഇതും എത്രയായിരിക്കും? 50 ലിറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയായി? 150 ലിറ്റർ. മനസ്സിലായോ കുട്ടികളെ? ഇത് ക്ലിയർ അല്ലേ? ഇത് ഈസി അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സമയം എത്ര? 7 ആയോ? അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. 3/4 ഓഫ് 144 is how much greater than 2/3 of 96. ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് 15 വയസ്സുണ്ട്, എൻ്റെ മോന് 5 വയസ്സുണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഈ 5 വയസ്സായ മോനേക്കാളും ഈ 15 വയസ്സായ മോള് എത്ര വയസ്സാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് രണ്ടിനെയും ജസ്റ്റ് മൈനസ് അല്ലേ ചെയ്യുക? അല്ലേ? ഇതിനേക്കാളും ഇത് എത്ര കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൈനസ് അല്ലേ ചെയ്യുക. അപ്പോൾ ദയയുടെ കയ്യിൽ അമ്മ 10 ചോക്ലേറ്റ് തരുന്നു, ദയയുടെ ചേച്ചി ഉണ്ടല്ലേ ദിയയുടെ കയ്യിൽ ഒരു 15 ചോക്ലേറ്റ് തരുന്നു. അപ്പോൾ ദയ വേഗം എന്ത് പറയും? 5 ചോക്ലേറ്റ് അവൾക്ക് കൂടുതൽ എന്ന് പറയില്ലേ? ദയയുടെ കയ്യിൽ 10 ചോക്ലേറ്റ് തരുന്നു, ദിയയുടെ കയ്യിൽ 15 ചോക്ലേറ്റ് തരുന്നു. അപ്പോൾ ദയ വേഗം വിഷമിച്ച് പറയും, എനിക്ക് മാത്രം 10, അവൾക്ക് 15 എണ്ണം കൊടുത്തിരിക്കണോ, എന്നെക്കാളും 5 എണ്ണം തന്നിട്ടുണ്ട് എന്ന് പറയില്ലേ നീ? അല്ലേ ദയ? ആ. അപ്പോൾ എങ്ങനെയാണ് ഇത് കൂടുതൽ എന്ന് മനസ്സിലായി? ഇത് രണ്ടും ദയ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? മൈനസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോഴാണ് 5 കൂടുതൽ എന്ന് പറയാൻ സാധിക്കുക. അതുപോലെ
3/4 ഓഫ് 144. 3/4 ഓഫ് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. 144 is how much greater than 2/3 of 2/3 of 96. ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും എത്ര കൂടുതൽ? അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആദ്യം ഈ ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, ആൻസർ എഴുതുക. ഈ ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, ആൻസർ എഴുതുക. രണ്ടിനെയും മൈനസ് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. സോ 144 എത്ര തവണ ഉണ്ട്? സോ 144 ഡിവൈഡഡ് ബൈ 4. 1-ൽ 4 ഇല്ല, 14 ഉള്ളത്. 3 തവണ ഉണ്ട്. 12 മൈനസ് ചെയ്താൽ 24 വരും. ഈ 4 താഴെ എഴുതി. 6 4 24 മൈനസ് ചെയ്താൽ 0. 36 വരുന്നുണ്ട്. അപ്പോൾ 36 ഇവിടെ എഴുതി കൊടുത്തു. 4 4 ഒരു തവണ, 144 4 36 തവണ. ഇനി 3 3-ൽ 3 ഒരു തവണ, 96-ൽ 3-ൽ 3, 9-ൽ 3 3 തവണയുണ്ട്, 6-ൽ 3 2 തവണയുണ്ട്. അങ്ങനെ 32 തവണ വരുന്നു. വീണ്ടും 3 × 36 എത്രയാ? മൾട്ടിപ്പിൾ ചെയ്യുക. 36 × 3 6 3 18 1 3 9 10 108 മൈനസ് 32 × 2 32 × 2 2 2 4 3 2 6 64. അപ്പോൾ 108 64 പോയി കഴിഞ്ഞാൽ ആൻസർ 44. ഇതാണ് ഫൈനൽ ആൻസർ. 44 കൂടുതലുണ്ട്. ക്ലിയർ ആണോ 3 പേർക്കും? ഇത് നമുക്ക് വീഡിയോ ഞാൻ